സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിലെ ഈ ജാതി സംഘടനകൾ വളരെ രീതിയിൽ മിക്ക സാമൂഹ്യ മണ്ഡലത്തിലും ഇടപെടുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് ജാതി സംഘടനകൾ പ്രവർത്തിക്കുന്നത് തന്നെ ഒരു നാണക്കേട് എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജാതി സംഘടനകൾ നാടിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതുന്നത്. ജാതി സംഘടനകൾ ജാതിയെ ഊട്ടുറപ്പിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹം ഭൗതികമായി മുന്നേറിയെങ്കിലും സാംസ്കാരികപരമായി പിന്നോട്ട് പോകാൻ കാരണം ഈ ജാതി സംഘടനകൾ. ജാതി സംഘടനകൾ വിദ്യാഭ്യാസം, രാഷ്ട്രീയം, തൊഴിൽ, വിവാഹം, സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ശക്തമായ സമീപനം ഈ രംഗത്തുണ്ട്. നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒരുമിപ്പിക്കുകയാണെങ്കിൽ ജാതി കൂട്ടങ്ങൾ, ജാതി സമ്മേളനങ്ങൾ, ജാതിപരമായ കൂട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവർ എന്ന ഒരു ചിന്ത വളരുവാൻ സഹായിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇത് സമൂഹത്തിൻ്റെ ഐക്യത്തെയും സമത്വത്തെയും ബാധിക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യത, സമത്വം ഇതിനൊക്കെ വിരുദ്ധവുമാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിൽ വിവാഹം എന്ന സമ്പ്രദായത്തിലൂടെയാണ്. നമ്മുടെ ഞായറാഴ്ച പത്രങ്ങൾ എടുത്ത് നോക്കിയാണ്, അതിൻ്റെ മാട്രിമോണിയൽ പേജ് എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാണ് ഈ ജാതികളുടെ ഒരു ഈ എണ്ണവും അതിൻ്റെ രീതിയും കാണാൻ. ഇന്ന ജാതിയിൽ ജനിച്ച ഇന്ന ജാതിക്കാരനെ ആവശ്യപ്പെടുന്ന സ്വജാതി വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങളാണ് കാണുന്നത്. ഈ ജാതി സംഘടനകൾ എല്ലാം സ്വജാതി വിഭാഗത്തെ സ്വജാതി വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, അതിനുവേണ്ടി മാത്രം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജാതി സംഘടനകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ജാതി ഉന്മൂലനമാണ് മഹാനായ പണ്ഡിതന്മാരെല്ലാം സാമൂഹിക പരിഷ്കർക്കെല്ലാം മുന്നോട്ട് വെച്ചത്. ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചത് ജാതി ഉന്മൂലനമാണ്. ജാതി കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ജാതി നശിപ്പിച്ചാൽ അതിന് ഗുണം ലഭിക്കുന്നത് ഇവർക്കായിരിക്കും. ജാതി കൊണ്ട് മേൽക്കോയ്മ കിട്ടുന്നത് ജാതിയിൽ പ്രിവിലേജ് ഉള്ള സവർണ ജാതിക്കാർക്ക് തന്നെയാണ്. അംബേദ്കർ മുന്നോട്ട് വെച്ചത് ജാതി ഉന്മൂലനം എന്ന വ്യവസ്ഥയാണ്. ജാതി സംഘടനകളെല്ലാം നിലനിൽക്കുന്നത് ജാതിയെ നിലനിർത്തുവാൻ വേണ്ടി മാത്രമാണ്. നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സാമൂഹിക പരിഷ്കരണം. സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച മിശ്ര ഭോജനം എന്ന പ്രക്രിയ പോലും ജാതി വിരുദ്ധ പ്രവർത്തനമാണ്. അപ്പം ഇത് ജാതിയെ ഈ സംഘടനകൾ ഒരിക്കലും ഈ നാരായണ ഗുരുവിനെയോ സഹോദരൻ അയ്യപ്പനെയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നാരായണ ഗുരുവിനെ മുൻനിർത്തി സജീവമായ ഒരു ജാതി സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നു. യഥാർത്ഥം പറഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടും കാണിക്കുന്ന നീതികേടാണെന്ന് ഇതിൽ നമുക്ക് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അയ്യങ്കാളി ഉണ്ടാക്കിയ സംഘടന ജാതി സംഘടനയല്ല, പുലയാർ മഹാസഭയല്ല അയ്യങ്കാളി ഉണ്ടാക്കിയത്. അയ്യങ്കാളി ഉണ്ടാക്കിയ സംഘടന സാധു ജന പരിപാലന സംഘമാണ്. എല്ലാ സാധുക്കളായ ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അയ്യങ്കാളി രൂപീകരിച്ച സംഘടന. അയ്യങ്കാളി അതായത് സാധുക്കളായ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണെന്നും അവരുടെ വെൽഫെയറാണ് ആവശ്യമാണെന്നുള്ള രീതിയിലാണ് തൻ്റെ ഇടമായി പോരാടിയ മഹാനായ അയ്യങ്കാളിയെ ഇന്ന് ഒരു ജാതി സംഘടന ഒരു ഐക്യനായിട്ട് കൊണ്ടുപോകുന്നു. കാരണം അയ്യങ്കാളിയോട് കാണിക്കുന്ന നീതികേടാണെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ജാതി വാൽ കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്.
അതായത് നമ്മൾ ഏതൊരു മാനവും ഇല്ലാതെ ജാതി വാല് കൊണ്ട് സോഷ്യൽ മീഡിയയിലോ മറ്റും ഇടുവാൻ അവർക്കൊരു നാണക്കേടും ഇല്ല എന്നാണ്. അത് നോക്കുമ്പോൾ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ജാതി വാല് പോലും ഉപയോഗിക്കുന്നത്. നായര്, മേനോന്, നമ്പൂതിരി, പോറ്റി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ജാതിയുടെ ഗുണം ലഭിക്കുന്നവരാണ്, അതാണെന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഒരു പേരിനോട് കൂടി ഒരു പറയനോ പുലയനോ കുറുവനോ ഒന്നും രേഖപ്പെടുത്താറൊന്നുമില്ല, ഈഴവം വരെ വയ്ക്കാറുമില്ല. അപ്പൊ ജാതിയുടെ ജാതിയുടെ ഗുണം ലഭിക്കുന്ന ആർക്കാണെന്ന് ജാതി പേരിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. യഥാർത്ഥത്തിൽ ജാതി സംഘടന എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലെ വളരെ നാണം കെട്ട പരിപാടിയാണെന്ന് വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. ഈ ജാതി സംഘടനകളെ ഈ ആൾക്കൂട്ടം, അതായത് ഈ രാഷ്ട്രീയപരമായ വല്ല ആൾക്കൂട്ടം, അവർ ബലം, അവരുടെ വോട്ട് ബാങ്ക് സിസ്റ്റം ഉണ്ടാക്കി നമ്മുടെ രാഷ്ട്രീയക്കാരെ വിലപേശുന്ന സ്വഭാവം ഉണ്ടാവാം. യഥാർത്ഥം പറഞ്ഞാൽ ഈ ജാതി സംഘടനാ നേതാക്കളെ നമ്മുടെ ആധുനിക സമൂഹം ഒരു കോമാളികളെ പോലെയാണ് കാണുന്നതാണ് യാഥാർത്ഥ്യമാണ്. ഇവരെ ഈ സമൂഹത്തിൽ, ഈ ആധുനിക സമൂഹത്തിലെ ശാസ്ത്രീയ ബോധമുള്ള ഈ സമൂഹത്തിലെ ഈ ജാതി സംഘടനകളെ നിയന്ത്രിക്കേണ്ടതും അതിൽ നിന്നും ജനത്തെ ബോധവൽക്കരിക്കേണ്ടതും ഇതൊരു ഭിന്നിപ്പിൻ്റെ, അസമത്തിൻ്റെ ഒരു ഏർപ്പാടാണെന്ന് പറയേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ സാമൂഹ്യ മുന്നേറ്റം ജാതിയെയും മതത്തെയും അതിജീവിച്ച് മനുഷ്യ സമത്വം, ശാസ്ത്രീയ മനോഭാവം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ജാതിയേക്കാൾ മനുഷ്യനാണ് പ്രധാനം എന്ന ബോധം വളരുമ്പോൾ മാത്രമേ കൂടുതൽ നീതിയുക്തവും പുരോഗമനപരവുമായ ഒരു സമൂഹം സൃഷ്ടിക്കാനാവുള്ളൂ. അതുകൊണ്ട് ജാതി സംഘടന സമൂഹത്തിനെ പിന്നോട്ട് നയിക്കുകയുള്ളൂ. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രബോധവും മാനവികതയും അന്വേഷിക്കുകയും ആണ്. ഒരു ജാതി സംഘടനകളെ നിരുത്സാഹപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.